വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. ഇറ്റ്സ് മുഹമ്മദ് ഷഫീഖ് വി കെ യുവ കെമിസ്ട്രി ടീച്ചർ. മക്കളെല്ലാവരും നല്ല ഉഷാറായി ഹാപ്പി ആയിരിക്കുന്നു സാർ വിശ്വസിച്ചോട്ടെ. എൻ്റെ മക്കളെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് എന്നാണ് സാർ വിശ്വസിക്കുന്നത്. അങ്ങനെ അല്ലടാ? ഓക്കെ, പഠിക്കുന്നുണ്ടെങ്കിൽ സാർ ഞങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് സാർ, നിങ്ങൾ ഇടുന്ന എഫേർട്ടുകളൊക്കെ ഞങ്ങൾ എന്തായാലും റിസൾട്ട് ഉണ്ടാക്കും സാർ, അങ്ങനെയാണ് മക്കൾ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്തടാ. നിങ്ങളൊന്ന് പറഞ്ഞ് ഒന്ന് കമന്റ് ചെയ്തേ, പിൻ ചെയ്യല്ല കമന്റ് ചെയ്തേ, നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഓൾ സെറ്റ് സാർ, ഇനിയും അല്ലെങ്കിൽ സൈലം ടീച്ചേഴ്സ് ഇനിയും എഫേർട്ട് ഇട്ടോളൂ, ഞങ്ങൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാക്കാം എന്ന് ഞങ്ങൾക്കൊരു ഉറപ്പ് തരാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറഞ്ഞ്. ഓക്കെ, ഒന്ന്. രണ്ടാമതായിട്ട് നമ്മൾ ഈ ഒരു ഹാഫ് ഇയർലി എക്സാമിന് നല്ല മാർക്ക് നേടേണ്ടത് നമുക്ക്. കാരണം എന്താണ്, നമ്മൾ കൊല്ല പരീക്ഷ അതായത് ആനുവൽ എക്സാം വരുമ്പോഴേക്ക് നമ്മൾ ഫുൾ സെറ്റ് ആയിരിക്കണം. കാരണം ഈ വർഷം നമ്മളെ തോൽപ്പിക്കുന്നൊക്കെയാണ് പറയുന്നത്. ആര് തോൽപ്പിക്കാൻ? നമ്മൾ പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും തോൽപ്പിക്കുമോ? ആരും തോൽപ്പിക്കില്ല. ഓക്കെ, അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ മാർക്ക് വേണം, അല്ലേ? നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ മാർക്കിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ടോപ്പിക്കുകൾ പഠിക്കണം. അതിൽ ഈ വർഷം നിങ്ങൾ ഹാഫ് ഇയർലി എക്സാമിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു ഏരിയ ഉണ്ട്, സാറ് പരിചയപ്പെടുത്തി തരാം. മറ്റൊന്നുമല്ല, മിക്സറിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റുമല്ലോ. ഒന്ന് ട്രൂ സൊല്യൂഷൻ അഥവാ യഥാർത്ഥ ലായനി എന്ന് പറയും മലയാളത്തിൽ, അല്ലേ? കൊളോയിഡിന് കൊളോയിഡ് തന്നെ പറയും, സസ്പെൻഷന് സസ്പെൻഷൻ തന്നെ പറയും. ഈ മൂന്നെണ്ണം എന്താ നോക്കിയാൽ നമുക്ക് എന്താണ് മിക്സർ, എന്താണ് യഥാർത്ഥ ലായനി, എന്താണ് എന്താണ് കൊളോയിഡ്, എന്താണ് സസ്പെൻഷൻ നോക്കാം. മക്കളെ നോക്കിക്കേടാ, നമ്മൾ മിക്സർ എന്ന് പറയുമ്പോൾ രണ്ടോ അതിലധികമോ പാർട്ടിക്കിൾസ് കൂടി ചേർന്ന മിക്സറായി, മിശ്രിതങ്ങളായി. ആ മിശ്രിതങ്ങൾ എപ്പോഴാണ് യഥാർത്ഥ ലായനി സൊല്യൂഷനൊക്കെ ആവുന്നത്? അത് നോക്കിക്കേ, ഇപ്പൊ കോപ്പർ സൾഫേറ്റിനെ നമ്മൾ വെള്ളമായിട്ട് മിക്സ് ചെയ്യാണ്. കോപ്പർ സൾഫേറ്റ് പറഞ്ഞാൽ നീല കളറുള്ള പഞ്ചസാര തരികൾ പോലെയുള്ള ഒരു പദാർത്ഥമാണ്. അതിനെ ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ ചെറിയ 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 തരികളായിരുന്നു, അല്ലേ? ആ തരികൾ എനിക്ക് കണ്ണുകൊണ്ട് കാണാമായിരുന്നു. എന്നാൽ ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ കലക്കി 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 അതൊരു നീല കളറുള്ള സൊല്യൂഷനായി മാറിയപ്പോൾ അവിടെ എന്ത് കാണാനില്ല? ആ തരികളൊന്നും കാണാനില്ല. പക്ഷെ അതിന് നീല കളർ ആ വെള്ളം ഒട്ടാകെ പരന്നിട്ടുണ്ട്. അപ്പം എൻ്റെ കണ്ണുകൊണ്ട് അതിൻ്റെ തരികളൊന്നും കാണുന്നില്ല, അത്രക്കും ചെറുതായി പോയി ആ തരികൾ. അപ്പൊ നമ്മളുടെ നേക്കഡ് ആയിക്കൊണ്ട്, നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് അതിലെ കണികകളെ കാണാൻ കഴിയുന്നില്ല. ഓക്കെ, പക്ഷെ അതിന്റെ പ്രസൻസ് അവിടെ ഉണ്ട്, എല്ലാ സ്ഥലത്തും ഒരുപോലെ ഉണ്ട്, അല്ലെ? അങ്ങനെയുള്ള ലായനി അതല്ലെങ്കിൽ അങ്ങനെയുള്ള മിശ്രിതങ്ങളെയാണ്, മിക്സറിനെയാണ് ട്രൂ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേക്കഡ് ആയിക്കൊണ്ട് അതിന്റെ പാർട്ടിക്കിൾസിനെ കാണാൻ സാധിക്കില്ല. പ്ലസ് എന്താണ്, അത്രക്കും മൈന്യൂട്ട് വളരെ ചെറിയ കണികകളായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. എന്നാൽ ഇനി എന്താണ് കൊളോയിഡ് എന്ന് പറഞ്ഞാൽ? കൊളോയിഡ് എന്ന് പറഞ്ഞാൽ പാല് വെള്ളത്തിൽ കലക്കുന്ന, നിങ്ങൾ ആലോചിക്കാം. പാല് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കട്ടിയായില്ലേ? യഥാർത്ഥ ലായനിക്ക് മക്കൾ പഞ്ചസാര വെള്ളം, പഞ്ചസാര ലായനി, ഷുഗർ സൊല്യൂഷൻ ആലോചിച്ചാലും മതി. പാലെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കട്ടി കൂടിയ പദാർത്ഥമാണ്. അതായത് അതിലെ കണികകൾക്ക് കുറച്ചുകൂടി വലിപ്പം കൂടുതലുണ്ട്. എന്നാൽ വലിയ വലിപ്പമുണ്ടോ? ഇല്ല, ഒരു മീഡിയം സൈസാണ്. അങ്ങനെ ഒരു മീഡിയം ആയിട്ടുള്ള സൈസുള്ള, അതായത് യഥാർത്ഥ ലായനിയേക്കാൾ കുറച്ചുകൂടി വലിപ്പം കൂടിയ കണികകളായിരിക്കും. എന്നാൽ സസ്പെൻഷൻ അത്ര വലിപ്പം ഉണ്ടാവില്ല. അങ്ങനെയുള്ള കണികകൾ ഉള്ളതാണ് കൊളോയിഡുകൾ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുക? കൊളോയിഡുകൾ എന്ന് വിളിക്കുക. എന്തൊക്കെയാണ്? കഞ്ഞിവെള്ളം നമ്മൾ വെള്ളത്തിൽ കലക്കുക, അതൊരു കൊളോയിഡാണ്. പാല് വെള്ളത്തിൽ കലക്കുക, അതൊരു കൊളോയിഡാണ്. ഓക്കെ, റെഡി? ഇനി മക്കൾ നോക്കിയേ, മൂന്നാമത്തെ ബീക്കറിൽ സാറ് ചോക്ക് പൊടിച്ചിട്ടേ അതിന് വെള്ളമായിട്ട് മിക്സ് ചെയ്ത്, അല്ലെ? നമ്മൾ പലതരം കാര്യങ്ങളും ചെയ്തു നോക്കുന്നതാണ്, അല്ലെ? അതിനൊക്കെ കുരുത്തക്കേട് എന്ന് വിളിക്കും ചില ആൾക്കാർ. കുരുത്തക്കേടൊന്നല്ലടാ, അത് നമ്മുടെ ക്യൂരിയോസിറ്റിയാണ്. ചോക്ക് വെള്ളത്തിൽ കലക്കിയാൽ എന്താവും? ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറില്ലേ? ചോക്ക്, മണ്ണ്, എന്തൊക്കെ കാര്യങ്ങളാണ് വെള്ളത്തിൽ കലക്കിയിട്ടുണ്ടാവും, അല്ലേ? ഓക്കെ, പല കാര്യങ്ങളും നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ടാവും. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ പാരൻസ് എടുത്തു വെച്ച പല സാധനങ്ങളും ചിലപ്പോൾ നമ്മൾ വെള്ളത്തിൽ കൊണ്ടുപോയി കലക്കിയിട്ടുണ്ടാവും. അന്നേ നമ്മൾ സയൻസ് പഠിക്കണേ, അല്ലേ? നമ്മൾ അന്നൊക്കെ നമുക്ക് ചിലപ്പോൾ അടി കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു, ഞാൻ സസ്പെൻഷനും കൊളോയിഡും അതേപോലെ തന്നെ ട്രൂ സൊല്യൂഷനൊക്കെ പഠിച്ചതാണ്. ഓക്കെ, റെഡി? അപ്പൊ എന്താവട്ടെ, ചോക്ക് പൗഡറിനെ ഞാൻ വെള്ളത്തിലേക്ക് കലക്കിയപ്പോൾ അവിടെ എന്താ ഉണ്ടായിട്ടുള്ളത്? നല്ല തരി 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 തരിയായിട്ട് ചോക്ക് പൊടികളുണ്ട്. പക്ഷെ ആ ചോക്ക് പൊടിയൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും അപ്പോഴും, അല്ലേ? ആ ചോക്ക് പൊടി ഒന്നും നമ്മളെ കണ്ണിൽ നിന്നും മറിഞ്ഞു പോകുന്നില്ല. ആ പൊടികളൊക്കെ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. അതിന് കാരണം എന്താണ്? ആ പൊടികൾ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അത്ര വലിയ പാർട്ടിക്കിൾസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ കണികകളുടെ വലിപ്പം അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് കുറച്ചുകൂടി വലിപ്പമുള്ളതാണെങ്കിൽ, സൈസ് കൂടുതലാണെങ്കിൽ, അങ്ങനെയുള്ള മിക്സേഴ്സിനെ വിളിക്കുന്ന പേരാണ് സസ്പെൻഷൻ എന്ന് വിളിച്ചാൽ. ഓക്കെ, റെഡി ആണോ? ഓക്കെ, ഇനി മക്കളെ ഇത് മൂന്നും നിങ്ങൾ മനസ്സിലാക്കി വെച്ചല്ലോ. സൈസിൽ ഏറ്റവും മൈന്യൂട്ട് സൈസ് ആയിട്ടുള്ളത് ഇതിലുണ്ടാവുക സൊല്യൂഷൻ, ട്രൂ സൊല്യൂഷൻ അഥവാ യഥാർത്ഥ ലായനി. കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും കൊളോയിഡ്, നല്ല വലിപ്പം കൂടുതലായിരിക്കും സസ്പെൻഷൻ. ഇനി അടുത്തത് ലൈറ്റ്. നമ്മൾ ഈ മൂന്നെണ്ണത്തിലും കൂടി അടിച്ചാൽ ലൈറ്റിന്റെ ബീം എന്ന് പറഞ്ഞാൽ ലൈറ്റ് പാസ് ചെയ്യോ ഇല്ലേ എന്നുള്ളതല്ല കേട്ടോ. പല കുട്ടികളുടെയും തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പഞ്ചസാര വെള്ളത്തിലൂടെ ലൈറ്റ് അടിച്ചു നോക്കിയല്ലോ സാറേ,
അപ്പൊ ലൈറ്റ് ഞാൻ കാണുന്നുണ്ടല്ലോ. ലൈറ്റ് കാണുന്നുണ്ടോ ഇല്ലേ എന്നല്ല സാറ് പറയുന്നത്, ലൈറ്റിന്റെ ഒരു പാത്ത്, അതായത് ലൈറ്റ് എങ്ങനെ മക്കളെ നോക്കിയേ, ഈ ലൈറ്റ്, ഈ ടോർച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ കാണിച്ചത് മക്കൾക്ക് അറിയോ? ഈ അന്തരീക്ഷത്തിൽ കുറേ പൊടിപടലങ്ങളുണ്ട്. ആ പൊടിപടലങ്ങളിൽ ലൈറ്റ് പോയി തട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെറിച്ച് അങ്ങനെയാണ് ലൈറ്റ് ഇങ്ങനെ പരന്ന് കാണിക്കുന്നത്. അപ്പോ നമ്മുടെ ലായനികളിലുള്ള, യഥാർത്ഥ ലായനി അല്ലെങ്കിൽ ട്രൂ സൊല്യൂഷനിലുള്ള കണികകൾ വളരെ ചെറുതല്ലേ. അപ്പൊ ആ കണികകളിൽ തട്ടി തെറിക്കാൻ മാത്രമുള്ള വലിപ്പം അതിലുണ്ടാവൂല. അതുകൊണ്ട് തന്നെ ലൈറ്റിന്റെ പാത്ത്, അതായത് ലൈറ്റിന് അത് പാത്ത്, അതായത് ഒരു ബീം പോലെ കാണിക്കില്ല. ഓക്കെ. എന്നാൽ കൊളോയിഡിൽ എത്തുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ ലൈറ്റ് എന്ത് ചെയ്യും, ഒന്ന് അതിൻ്റെ ഉള്ളിലൂടെ പാത്ത് കാണിക്കും. കാരണം എന്താ, കണികകൾ ലേശം വലിപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള കണികകളെ തട്ടിയിട്ട് ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തെറിച്ച് എന്തായിക്കോളും, അവിടെ ആ ലൈറ്റിനെ കാണാൻ പറ്റും. എന്നാൽ കുറച്ചുകൂടി നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇവിടെ ലൈറ്റിന്റെ ബീമിനെ, ലൈറ്റ് പാത്തിനെ ഇവിടെ കാണാൻ പറ്റും, പ്രകാശത്തിന്റെ പാത കാണാൻ പറ്റും ഇവിടെ നമ്മുടെ സസ്പെൻഷനിൽ. അതിന്റെ റീസൺ എന്താ മക്കളെ? സസ്പെൻഷനിൽ നമുക്ക് കാണാൻ പറ്റാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, എന്താണ്, സസ്പെൻഷനിൽ വളരെ വലിയ കണികകളാണ്. വലിയ കണികകളാകുമ്പോൾ അത് തട്ടി തെറിച്ച് ലൈറ്റ് ഒരുപാട് വീതിയിൽ തന്നെ നമുക്ക് അതിന്റെ പാത്ത് അല്ലെങ്കിൽ അതിന്റെ പാത ദൃശ്യമാവും. ഓക്കെ. ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് മക്കൾക്ക് ചോദ്യം വരും. ആ ചോദ്യം എങ്ങനെയൊക്കെയാ വരിക നോക്കാം. ഇതാ ഈ കാണുന്നതാണ് കേട്ടോ സാറ് പറഞ്ഞ എഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ടിൻഡാൽ എഫക്റ്റ് എന്നാ വിളിക്കുക, ടിൻഡാൽ എഫക്റ്റ്. ഓക്കെ, സയൻസിന്റെ പേരാണ്. ഇവിടെ ലൈറ്റ് പോയത് കണ്ടോ, ഈ ലൈറ്റ് ഇത്ര വീതിയുള്ളായിരുന്നു അതിന്റെ പാത്തിന്. അത് ഇത്രയും വീതി ആവാനുള്ള കാരണം എന്താണ്, ഇത്രയും വിടുത്ത് കൂടാനുള്ള കാരണം എന്താണ്, ഇത് സസ്പെൻഷനിലൂടെയാണ് കടത്തിവിട്ടത്. ഇതിന്റെ ഉള്ളിലുള്ള ഈ പാർട്ടിക്കിൾസ് തട്ടി ലൈറ്റ് ഇങ്ങനെ തെറിച്ചാണ് എന്തായത്, അത്രയും വീതിയിലായത്. ഓക്കെ, റെഡി? ആ മക്കളെ, നമുക്ക് അതിന്റെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. പാത്ത് ഓഫ് ബീം ക്യാൻ ബി ഒബ്സേർവ്ഡ്. അത് ഈ ബീക്കർ 1, ബീക്കർ 2, ബീക്കർ 3 എന്ന് പറയുന്നത് എന്താക്കാം സാറ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇത് ട്രൂ സൊല്യൂഷനും ഇത് കൊളോയിഡും അതേപോലെ തന്നെ ഇത് സസ്പെൻഷനുമാണെന്ന് മക്കൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പാത്ത് ഓഫ് ബീം ഏതിൽ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക? അതായത് ലൈറ്റിന്റെ ബീം കാണാൻ പറ്റുന്നത് ബീക്കർ 2 കാണാം അല്ലേ മക്കളെ, രണ്ടാമത്തെ ബീക്കർ കൊളോയിഡിൽ കാണാം, അതേപോലെ സസ്പെൻഷനിൽ കാണാം. ഇനി പാർട്ടിക്കിൾസ് ക്യാൻ ബി ഒബ്സേർവ്ഡ്, നമുക്ക് പാർട്ടിക്കിൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ എവിടെ മാത്രമാണ്? നമ്മളുടെ സസ്പെൻഷനിലാണ്. ഓക്കെ, മറ്റേ രണ്ടെണ്ണത്തിൽ നമുക്ക് കണ്ണുകൊണ്ട് അങ്ങനെ വലുതായ രൂപത്തിൽ കാണാനായിട്ട് സാധിക്കില്ല. ഇനി അപ്പൊ ആ ഒരു കൺസെപ്റ്റ് മക്കൾ ഓർത്ത് വെക്കുക. ഈ രണ്ട് ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ടേബിളാണ് കേട്ടോ. ഇനി നോക്കിയാൽ മക്കളെ, കൊളോയിഡിനെ നമുക്കൊരു ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? പാലും വെള്ളവും മിക്സ് ആക്കിയാൽ അതിനെ നമ്മളൊരു അരിപ്പയിലൂടെ, ഒരു ഫിൽട്ടർ പേപ്പറിലൂടെ നമുക്ക് അതിനെ പാലും വെള്ളവും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് കൊളോയിഡ് നമുക്ക് ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് മാറ്റാൻ പറ്റൂല. സസ്പെൻഷന് പറ്റുമോ? എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. ചോക്ക് പൊടി കലക്കി വെച്ച വെള്ളം ഞാൻ ഫിൽട്ടർ പേപ്പറിലൂടെ ഒഴിച്ചാൽ ഫിൽട്ടർ പേപ്പറിൽ ആ ചോക്ക് പൊടി മൊത്തം ഫിൽട്ടർ പേപ്പറിൽ ഉണ്ടാവും, വെള്ളം താഴെ ഉണ്ടാവും. അപ്പൊ ഫിൽട്ടർ ചെയ്യാൻ പറ്റും ഏതിനെ? സസ്പെൻഷന്. ഓക്കെ, ഇനി എന്താണെടാ അടുത്തത്? പാസിംഗ് ആൻ ഇന്റൻസ് ബീം ഓഫ് ലൈറ്റ്. അതായത് ശക്തമായ പ്രകാശ ബീം കടത്തിവിടുമ്പോൾ നമ്മൾ ലായനിയിൽ പ്രകാശത്തിന്റെ പാത ദൃശ്യമല്ല, എന്നാൽ പാത്ത് ഓഫ് ലൈറ്റ് ഇവിടെ നമ്മളുടെ കൊളോയിഡിൽ നമുക്ക് വിസിബിൾ ആണ്, അതേപോലെ തന്നെ സസ്പെൻഷനിലും വിസിബിൾ ആയിരിക്കും. അനക്കാതെ വെച്ചാൽ പഞ്ചസാര വെള്ളം ആലോചിക്കും, അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞാൽ പഞ്ചസാര താഴെ ഉണ്ടാവൂ? ഇല്ല, അടിഞ്ഞു കൂടൂല. അപ്പൊ ഇവിടെ ഒന്നും അനക്കാതെ വെച്ചാൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഇവിടെ വെക്കോ? ഇല്ല, ഇതിലും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. എന്നാൽ പദാർത്ഥം അടിഞ്ഞുകൂടും. എവിടെ? ചോക്കിലായിനി ആലോചിച്ച് നോക്കി, കുറെ നേരം വെക്കുകയാണെങ്കിൽ ആ ചോക്ക് പൊടിയൊക്കെ താഴേക്ക് അടിഞ്ഞുകൂടൂടെ? അപ്പോൾ പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടുന്ന എവിടെയാണ്? സസ്പെൻഷനിലാണ് മക്കൾ ഉപയോഗിക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരൊറ്റ ചോദ്യം സാറ് മനസ്സിലാക്കി തരാം. അതിനു മുമ്പ് മക്കൾ ഇതൊന്നും എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. എന്താണ്? ക്ലാസിഫൈ ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ഇൻ ടു ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ. ട്രൂ സൊല്യൂഷനും യഥാർത്ഥ ലായനി, സസ്പെൻഷൻ, കൊളോയിഡ് എന്നിങ്ങനെ തരംതിരിക്കാനാണ് പറഞ്ഞത്. എന്തൊക്കെ തന്നത്? ഇത് പൊതുവേ നിങ്ങളുടെ എക്സാമിന് വരുന്ന എക്സാമ്പിൾസ് ആണ്. മഡ്ഡി വാട്ടർ അഥവാ ചെളിവെള്ളം, ഫോഗ് മൂടൽമഞ്ഞ്, മിൽക്ക് പാല്, ഷുഗർ സൊല്യൂഷൻ പഞ്ചസാര ലായനി, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് ലായനി, ചോക്ക് പൊടിയും ചോക്ക് പൊടിയും വെള്ളവും തമ്മിലുള്ള മിക്സർ. ഓക്കെ, അത് അത്രയും തന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. അതിനു മുമ്പ് ഇതാണ് നിങ്ങൾ പൊതുവേ വരുന്ന എക്സാമ്പിൾസും അതിന്റെ ലിസ്റ്റുകളും. നോക്കിയേ, കൊളോയിഡുകളായിട്ട് നിങ്ങൾക്ക് മക്കൾക്ക് തരാനുള്ളത് മിൽക്ക് തരും, ബ്ലഡ് ചോര കേട്ടോ. ഓക്കെ, രക്തം, സ്മോക്ക് ഇൻ എയർ വായുവിലെ പുക, ഷേവിംഗ് ക്രീം ചെയ്യുന്ന ക്രീം, ഇതൊക്കെയാണ് എക്സാമ്പിൾ ഉള്ളതെങ്കിൽ അത് കൊളോയിഡ് വിഭാഗത്തിൽ പെടുത്താം. ഓക്കെ, സസ്പെൻഷൻ എന്ന് പറയുമ്പോഴോ അത് ചോക്ക് വാട്ടർ സൊല്യൂഷന്, ചോക്കും വെള്ളമുള്ള ലായനി, ചെളി വെള്ളം. ഓക്കെ, ഇനി സൊല്യൂഷൻ, ട്രൂ സൊല്യൂഷൻ ആയിട്ട് സോഡ വെള്ളം, ഉപ്പ് വെള്ളം അഥവാ സോഡ വാട്ടർ, ബ്രെയിൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉപ്പ് വെള്ളമാണ് കേട്ടോ. ഓക്കെ, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നത് ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ. 3 ബീക്കർ തരാണ്. ഒന്നാമത്തെ ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ,
രണ്ടാമത്തെ ബീക്കറിൽ ഡൈല്യൂട്ട് റൈസ് വാട്ടർ, മൂന്നാമത്തെ ബീക്കറിൽ ചോക്ക് പൗഡറും വാട്ടറും. വിച്ച് ആർ ദ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ഓഫ് എ സൊല്യൂഷൻ ഇൻ ബീക്കർ എ? ബീക്കർ എയിലെ സൊല്യൂട്ടും സോൾവെന്റും ആരാണ്? ബീക്കർ എയിൽ ആരാ ഉള്ളത്? കോപ്പർ സൾഫേറ്റ് ലായനി. കോപ്പർ സൾഫേറ്റ് ലായനി എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് നമ്മൾ ചേർക്കുക? കോപ്പർ സൾഫേറ്റും വെള്ളവും. ആരാണ് സൊല്യൂട്ട്? കോപ്പർ സൾഫേറ്റ് സൊല്യൂട്ട്, വാട്ടർ ആണ് സോൾവെന്റ്. കോപ്പർ സൾഫേറ്റ് ആണ് ലീനം, വാട്ടർ ആണ് ജലമാണ് ലായകം എന്ന് പറയുന്നത് ഒന്നാമത്തെ ബീക്കറിൽ. എന്താ? പ്രകാശകിരണം കടത്തിവിടുമ്പോൾ പ്രകാശപാത കാണാൻ സാധിക്കുന്നത് ഏത് ബീക്കറിലാണ്? അതാണ് രണ്ടാമത്തെ ചോദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഏതിലാണ് ലൈറ്റ് ഓഫ് ബീം കാണാം? ലൈറ്റ് ഓഫ് ബീം കാണുക ഏതിലേക്കാണ്? ബിയിലും സിയിലും. കാരണം കൊളോയിഡിലും സസ്പെൻഷനിലും കാണാം. ഈ കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ഡൈല്യൂട്ട് റൈസ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താടാ? കഞ്ഞിവെള്ളമാണ് കേട്ടോ, നേർപ്പിച്ച കഞ്ഞിവെള്ളം, അത് കൊളോയിഡാണ്. അപ്പം ബിയിലും സിയിലുമാണ് നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കുക? ബി ആൻഡ് സി ആണ് നമുക്ക് പ്രകാശത്തിന്റെ പാത കാണാനായിട്ട് സാധിക്കുക. കണ്ടോ ചോദ്യം വന്നത്? ഇനി മൂന്നാമത്തെ ചോദ്യം, ഏത് ബീക്കറിലെ ഘടകങ്ങളാണ് ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് അരിച്ചു മാറ്റാൻ പറ്റുക? സസ്പെൻഷൻ അല്ലേ? സസ്പെൻഷൻ ഏതാ? സി മാത്രമാണ്. അപ്പൊ നമുക്ക് സി ഉത്തരമാക്കി എഴുതാം. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ കണ്ട 3 മാർക്കാണ് ഇവിടെ ഒറ്റ ചോദ്യത്തിനുള്ളത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യരുത്? കൂടുതൽ മാർക്കുകൾ ഇങ്ങനെ നഷ്ടപ്പെടാൻ ഒരു ചാൻസ് വരും അല്ലേ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇങ്ങനെയുള്ള കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ മാരത്തോണിൽ ചർച്ച ചെയ്യും. അതായത് മാരത്തോണിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയോ? നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ മക്കൾക്ക് എഴുതാൻ കഴിയുന്ന തരത്തിലുള്ള സെലക്റ്റീവ് ചോദ്യങ്ങളായിട്ടാണ് സാറും ടീച്ചറും ഒക്കെ വരുന്നത്. മക്കളെല്ലാവരും കാത്തിരിക്കുക. സോ നമുക്ക് അവിടെ കാണാം. സൈനിങ് ഓഫ്.